അനന്തകൃഷ്ണനിലേക്ക് ആദ്യം പോവാം എന്ന് തോന്നുന്നു. അനന്തൻ, ഇപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഗ്ലാമർ പോരാട്ടം നടക്കുന്ന മണ്ഡലം എന്ന പ്രത്യേകത നിശ്ചയമായും തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചുകൊണ്ട് ത്രികോണ മത്സരമാണ്. എന്നായിരിക്കും തീയതി എന്നുള്ള ആകാംക്ഷയിലാണോ സ്ഥാനാർത്ഥിമാരുമായി സംസാരിച്ചിരുന്നോ? കഴിയും എന്നാണ് തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. തെരഞ്ഞെടുപ്പ് ഏത് സമയത്തായാലും, ഏപ്രിൽ ആദ്യവാരമായാലും അവസാനമായാലും ഇനിയിപ്പം മെയിലിലേക്ക് തെരഞ്ഞെടുപ്പ് പോയാലും അതൊന്നും പ്രശ്നമല്ല. എപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നാലും നേരിടാൻ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികൾ സജ്ജമാണ്. കാരണം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് മുന്നണികൾ പ്രഖ്യാപിക്കുകയും അവർ സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇറങ്ങുകയും ചെയ്തു. കഴിഞ്ഞ ഒരാഴ്ചയായി ഏതാണ്ട് മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ മൂന്ന് മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞു. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ കാലത്തും കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം. കാരണം ഇവിടെ ഒരു ശക്തമായ ത്രികോണ മത്സരം എപ്പോഴും കാഴ്ചവെക്കുന്ന ഒരു മണ്ഡലമാണ്. ഇത്തവണയും ആ ത്രികോണ മത്സരത്തിന് യാതൊരു കുറവും ഉണ്ടാകില്ല. കനത്തമായ ഒരു പോരാട്ടം തിരുവനന്തപുരത്ത് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത്രയും കരുത്തരായ സ്ഥാനാർത്ഥികളെയാണ് മൂന്ന് മുന്നണികളും തിരുവനന്തപുരത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷിച്ചതുപോലെ തന്നെ സിറ്റിംഗ് എം പി കൂടിയായ ശശി തരൂരാണ് UDF വേണ്ടി കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ശശി തരൂരിനെ സംബന്ധിച്ച് 2009 വിശ്വപൗരൻ എന്ന ഒരു ഖ്യാതിയോടെ തിരുവനന്തപുരത്തേക്ക് മത്സരിക്കാനെത്തി. അന്ന് ഉയർത്തിക്കെട്ടിയ ആ വെന്നിക്കൊടി ഇതുവരെ ശശി തരൂരിന് അഴിച്ചു വെക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ശശി തരൂർ ഇത്തവണയും മത്സരരംഗത്തുള്ളത്. 2014 2019 ശശി തരൂരിന് ശക്തമായ മത്സരം നേരിടേണ്ടി വന്നത്. ആ രണ്ട് ഘട്ടങ്ങളിലും ശശി തരൂർ അതിശക്തമായ ഒരു പോരാട്ടത്തിലൂടെ വിജയിക്കുകയും ചെയ്തു. 2014 ഒരു BJPയുമായി O രാജഗോപാലാണ് അന്ന് ശശി തരൂരിന് കനത്ത മത്സരം നൽകിയത്. എന്നിട്ട് പോലും വിജയിച്ചു കയറി. 2019 ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ വന്നു. കുമ്മനം രാജശേഖരൻ എന്ന ശക്തനായ പോരാളിയെ BJP രംഗത്തിറക്കി. പക്ഷേ ആ ശബരിമല വിഷയം ഉണ്ടായിട്ട് പോലും ശശി തരൂരിന് വലിയൊരു ഭൂരിപക്ഷത്തിൽ, ഏതാണ്ട് 1 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ BJP രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റി. പ്രത്യേകിച്ച് കുമ്മനം രാജശേഖരനെ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ട് ശശി തരൂരിന് വിജയിച്ച് കയറാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മവിശ്വാസം ശശി തരൂരിന് ഇത്തവണയുമുണ്ട്. എന്നാൽ BJP ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത് സംസ്ഥാനത്ത് പുറത്തു നിന്നുള്ള ഒരു നേതാവിനെയാണ്. നിലവിൽ കേന്ദ്ര മന്ത്രി കൂടിയാണ് രാജീവ് ചന്ദ്രശേഖരൻ. ടെക്നോക്രാറ്റാണ്. വളരെ വിപുലമായ ഒരു പിക്ചർ തന്നെ അനന്തൻ ഇപ്പോൾ ഇതിനോടകം വിശദീകരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം.